FM ഹെൽത്ത് ലൈൻ. ഇന്ന് ഈ പരിപാടിയിൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ ആൻറ്റിബയോട്ടിക്കുകൾ പോലുള്ള മരുന്നുകളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആലപ്പുഴ ജില്ലാ ഡെപ്യൂട്ടി DMO ഡോക്ടർ അനന്ത് മോഹനുമായി അഭിമുഖം. ആഗോളതലത്തിൽ തന്നെ ഓരോ ദിവസം കഴിയുന്തോറും കാണുന്നത് രോഗാണുക്കളിൽ മാറ്റങ്ങൾ വരുന്നതാണ്. അതിപ്പോൾ നമ്മൾ കോവിഡ് വന്നപ്പോൾ തന്നെ അതിൻ്റെ വളരെ വലിയൊരു കാര്യം മനസ്സിലാക്കിയിരുന്നു. അതായത് ഓരോ 6 മാസം കഴിയുമ്പോഴും അല്ലെങ്കിൽ വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ ഇതിന് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു രീതി. അപ്പോൾ ഈ അണുവിൽ മാറ്റം വരുമ്പോൾ അതിനനുസരിച്ച് മനുഷ്യനിലെ രോഗപ്രതിരോധ ശേഷിയും വർദ്ധിച്ചാലേ ആ രോഗം വരാതിരിക്കാൻ നമ്മൾ ഒരുപാട് കരുതലെടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വൈദ്യശാസ്ത്രം ഇതിനനുസരിച്ചുള്ള ഗവേഷണങ്ങളും മരുന്നുകളിലെ മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ജനങ്ങളും അതിനനുസരിച്ച് തയ്യാറെടുത്താലേ ഈ രോഗപ്രതിരോധ ശേഷി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കുത്തിവയ്പ്പുകളായാലും ശരി, അതേപോലെ തന്നെ മരുന്നുകളായാലും ശരി, എല്ലാം ഫലിക്കണമെങ്കിൽ രോഗിയുടെ ശാരീരിക ക്ഷമതയും അല്ലെങ്കിൽ രോഗി ഇതിന് എത്രത്തോളം തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. നാം ഇന്ന് കേരളത്തിലൊക്കെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ട് ഒരു രോഗത്തിന് ഒരു ഡോക്ടറെ സന്ദർശിച്ചെങ്കിൽ ആ ഡോക്ടർ നൽകിയ കുറിപ്പടി വെച്ചിട്ട് ആജീവനാന്തം മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കുക, ഇടയ്ക്കൊന്നും ഡോക്ടറെ കാണാൻ പോകാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ വേറൊന്നുള്ളതെന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ ഒരാൾ ഈ മരുന്നിന്റെ ഒരു കുറിപ്പടി ഉണ്ടെങ്കിൽ അടുത്ത ആൾക്ക് രോഗം വരുമ്പോൾ ഡോക്ടറെ കാണിക്കാതെ തന്നെ ഇതേ മരുന്ന് തന്നെ വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത വീട്ടിൽ ഇതേമാതിരി ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ സുഹൃത്തിന് വന്നാലോ ഇതേമാതിരി ഇത് തന്നെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു സ്വയം ചികിത്സാ രീതി വളരെ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പിന്നെ ഫാർമസികൾ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിലും ഇതേമാതിരി ഒരു പ്രവണത കാണാറുണ്ട്. ഇപ്പോൾ ചുമയാണ് അല്ലെങ്കിൽ എനിക്ക് ദേഹവേദനയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിനെന്താ മരുന്ന് കഴിച്ചാൽ മതി എന്ന് ഒരു കുറിപ്പടി ഇല്ലാതെ മരുന്ന് നൽകുന്ന ഒരു രീതിയും ചില മെഡിക്കൽ ഷോപ്പുകളെല്ലാം എങ്കിലും സ്വീകരിക്കുന്നുണ്ട്. ഇത് നമുക്ക് രോഗം എന്താണെന്ന് കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നതിൽ ഒരു തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. കൃത്യമായ രോഗത്തിന് കൃത്യമായ ചികിത്സ കിട്ടുന്നതിലും ഒരു തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരേ ലക്ഷണങ്ങളോടെ പല രോഗാവസ്ഥകളും പ്രത്യക്ഷപ്പെടാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിലയിരുത്തുമ്പോൾ വലിയൊരു ഗുരുതരമായ അപകടത്തിലേക്കാണ് പലപ്പോഴും നമ്മൾ എത്തിപ്പെടുന്നത്. അതായത് സമയത്ത് രോഗനിർണയം നടക്കാതിരിക്കുകയും കൃത്യമായ ചികിത്സ കിട്ടാതിരിക്കുകയും അതനുസരിച്ച് രോഗം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. ഇനി ഇതിൻ്റെ ഒരു അടുത്തൊരു പടി കടന്നിട്ടാണ് നമ്മളിപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ എന്നൊരു കൂട്ടം മരുന്നുകൾ, ഇതിൻ്റെ പ്രയോഗത്തിലും ഈ ഒരു തെറ്റായ പ്രവണത പലപ്പോഴും പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്നുകിൽ ഇപ്പോൾ 5 ദിവസത്തേക്കോ അല്ലെങ്കിൽ 7 ദിവസത്തേക്കോ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞാൽ 3 ദിവസം കഴിച്ച് ആശ്വാസം കിട്ടുമ്പോൾ പിന്നെ തുടരാതിരിക്കുകയോ, അല്ലെങ്കിൽ നമ്മൾ സ്വയം തന്നെ മുമ്പ് ആൻറ്റിബയോട്ടിക്കുകൾ ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വാങ്ങിച്ച് കഴിക്കുകയോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവണത ഈ മരുന്നുകളുടെ ഫലവും ഇല്ലാതാക്കുന്ന ഒരവസ്ഥ, അതായത് ശരീരത്തിൽ പിന്നീട് ഫലിക്കാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഒരു ജാഗ്രത വളരെ കൂടുതലായിട്ട് വേണം. പ്രത്യേകിച്ച് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് മരുന്നുകളുടെ കൂട്ടം മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ സംജാതമാകുന്നു എന്നുള്ളതാണ് വൈദ്യസമൂഹം ഇന്ന് ഭയക്കുന്ന ഒരു കാര്യം. ഇതിനെക്കുറിച്ചുള്ളൊരു ബോധവൽക്കരണം വളരെ അനിവാര്യമാണ് എന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ഈ അഭിമുഖം പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ബോധവൽക്കരണത്തിൻ്റെ വാരാചരണം എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? മരുന്നുകളുടെ ഉപയോഗത്തിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കൃത്യമായ ഒരു രോഗചികിത്സ നടത്താൻ സാധിക്കുക? അപ്പോൾ അതിന് നമ്മൾ ആൻറ്റി മൈക്രോബിയൽ എന്നുള്ള ഒരു പദമാണ് വൈദ്യശാസ്ത്രം ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മരുന്നുകളുടെ ഉപയോഗം, പ്രത്യേകിച്ചും ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം എങ്ങനെ കൃത്യമായിട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ ആദ്യം അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് ഈ ആൻറ്റി മൈക്രോബിയൽ എന്നുള്ളത്? നമ്മളിപ്പോൾ ഇവിടെ ചർച്ചാ വിഷയം ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ വാക്കിന് 2 ഭാഗങ്ങളാണുള്ളത്, ആൻറ്റി മൈക്രോബിയലും റെസിസ്റ്റൻസ്. ആൻറ്റി മൈക്രോബിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യരിലും മറ്റ് ജീവജാലങ്ങളിലും പകർച്ചവ്യാധികൾ ഉണ്ടാക്കുന്ന രോഗാണുക്കൾക്കെതിരെ കൊടുക്കുന്ന ഒരു വിഭാഗം മരുന്നുകളാണ്. അപ്പോൾ ഈ രോഗാണു ബാക്ടീരിയ ആകാം, വൈറസ് ആകാം, ഫംഗസ് ആകാം, പാരസൈറ്റ് ആകാം. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ആൻറ്റി മൈക്രോബിയലും ആൻറ്റിബയോട്ടിക്കും ഒന്നാണോ എന്നുള്ളതാണ്.
പൊതുജനത്തിനൊരു ധാരണ ആൻറ്റിബയോട്ടിക് എന്നുള്ള ഒരു പൊതു പേരിലാണ് എല്ലാവരും അറിയപ്പെടുന്നത്. പക്ഷേ സത്യത്തിൽ ആൻറ്റി മൈക്രോബിയലുടെ ഒരു ഭാഗമാണ് ആൻറ്റിബയോട്ടിക്. ആൻറ്റി മൈക്രോബിയലാണ് മൊത്തത്തിൽ നമ്മൾ പറയുന്ന ഒരു പേര്. കൂടുതലും നമ്മുടെ വിപണിയിലുള്ളതും കൂടുതൽ ആൾക്കാർ എഴുതുന്നതും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നതും ആയ മരുന്ന് ആൻറ്റിബയോട്ടിക് ആയതുകൊണ്ട് പലപ്പോഴും ഇതിനെ ആൻറ്റിബയോട്ടിക് എന്ന് വിളിക്കുന്നതെന്നുള്ളൂ. ഒരു അല്പം ചരിത്രത്തിലേക്ക് പോയ 1940-കളിലാണ് ആൻറ്റി മൈക്രോബിയൽസും ആൻറ്റിബയോട്ടിക്കുകളുടെ ഒരു വ്യാപകമായ ഉപയോഗം ഉണ്ടാകുന്നത്. അന്ന് ആൾക്കാർ പേമാരികളും നമ്മുടെ ഈ പകർച്ചവ്യാധികൾ കാരണമാണ് ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്നത്. ഈ 1940 മുതൽ 60 വരെയുള്ള ഒരു ഫേസ് കാലഘട്ടം ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിയലുകളുടെ സുവർണ്ണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് പ്രകൃതിദത്തമായ ആൻറ്റിബയോട്ടിക്കും ആൻറ്റി മൈക്രോബിയൽസും അന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അവയുടെ ഉപയോഗം മൂലം ഒരു ശരാശരി മനുഷ്യത്തിൻ്റെ ഒരു ആയുസ് ഒരു ആയുസ് ഒരു 23 വർഷത്തോളം ഉയർത്താൻ സാധിച്ചു. അപ്പോൾ അത്രമാത്രം സുപ്രധാനമായ പങ്ക് വഹിച്ച ഒരു ചികിത്സാ രീതിയാണ് ആൻറ്റിബയോട്ടിക്. അതിനോട് ഒരിക്കലും തള്ളിപ്പറയാൻ ആവില്ല. പക്ഷേ ഇതേ സമയം തന്നെ ഈ ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിയൽസിൻ്റെ ഉപയോഗം ഒരു ക്രമാതീതമായി കൂടുകയും അല്ലെങ്കിൽ അശാസ്ത്രീയമായി ഒരു വർദ്ധിക്കുകയും നമ്മുടെ മനുഷ്യരിൽ മാത്രമല്ല ജീവജാലങ്ങളിലും മൃഗങ്ങളിലും കൃഷിയിടങ്ങളിലും എല്ലാം ഇത് കൂടുതലായി ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും ഈ ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിയൽസിനോട് ഈ രോഗാണുക്കൾക്കൊരു പ്രതിരോധം ആർജിച്ച് വരുന്നൊരവസ്ഥയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു പകർച്ചവ്യാധിയുണ്ട്, നമ്മൾ അതിനു വേണ്ടി ഒരു മരുന്ന് കഴിക്കുന്നു, പക്ഷേ ആ രോഗം മാറുന്നില്ല. അതാണ് ഇപ്പോൾ ഒരു സംജാതമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതിനെയാണ് ഇപ്പോൾ നമ്മൾ ചുരുക്കി ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആന്റിബയോട്ടിക്കുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ബാക്ടീരിയൽ ഇൻഫെക്ഷനാണല്ലോ കൂടുതലും കൊടുക്കുന്നത്, അല്ലേ? ഇപ്പൊ വൈറസിന് ശരിക്കും പറഞ്ഞ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വളരെ ചുരുക്കമായ ആന്റിവൈറൽ ഉണ്ട്. ഉദാഹരണത്തിന് HIV പോലുള്ള അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ ചില ഫ്ലൂ, ചില പനികൾക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള ആന്റിവൈറൽസ് ഉണ്ട്. പക്ഷെ അത് ചുരുക്കമാണ്. കൂടുതലും നമുക്ക് ഉപയോഗിക്കുന്നത് ആന്റിബയോട്ടിക് ആയതുകൊണ്ടാണ് പൊതുവെ ആൾക്കാർ ഈ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയും. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, അതായത് ഇങ്ങനെ മരുന്നുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു ഡോക്ടർ, പലപ്പോഴും നമ്മൾ നാട്ടിൽ കാണുന്നത് പൊതുവേ ഈ പനി പോലെയുള്ള അസുഖങ്ങൾ, സാധാരണയുള്ള ഫ്ലൂ എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ, ഇതിനൊക്കെയാണ് കൂടുതലും നമ്മൾ മരുന്നുകൾ സ്വയം ചികിത്സ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ 2-3 ദിവസം പനി വന്നു മാറിയില്ല എങ്കിൽ ഉടനെ അടുത്തത് ആന്റിബയോട്ടിക് കഴിക്കുക, അല്ലെങ്കിൽ ഡോക്ടറെ കൊണ്ട് നിർബന്ധിച്ച് എഴുതിപ്പിക്കുന്ന രീതി വരെയുണ്ട് നമ്മുടെ നാട്ടിൽ. എന്തുകൊണ്ട് ആന്റിബയോട്ടിക് എഴുതിയില്ല എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ രോഗാണുക്കൾക്ക് പ്രതിരോധ ശേഷി ആർജിക്കുന്നത്? നേരത്തെ വന്ന മ്യൂട്ടേഷൻ പോലെയുള്ള അവസ്ഥയാണോ? അതെ, ഇത് നമ്മുടെ ഈ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിലുള്ള 2 വാക്കുകളുണ്ട്, സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റും നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുന്നതാണ് ഈ ചെറിയ ചെറിയ മ്യൂട്ടേഷൻസ്. ചിലപ്പോൾ നമ്മളത് വകവയ്ക്കാതെ തന്നെ അതങ്ങ് ഇല്ലാതായി പോകും. പക്ഷേ എപ്പോഴെങ്കിലും ഈ രോഗാണുക്കൾക്ക് ഈ ആന്റിബയോട്ടിക്കിന് അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽസിനെതിരെയുള്ള ഒരു പ്രതിരോധ ശേഷിയുടെ ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുകയാണെങ്കിൽ അത് കാലക്രമേണ കൂടി മറ്റുള്ളവരിലേക്ക് പകർന്ന് ഇങ്ങനെ വരുന്ന ഒരു പ്രക്രിയയാണ്. ഇതൊരു ആ രോഗാണുവിൻ്റെ ഒരു കഴിവാണ്, അല്ലെങ്കിൽ ആ രോഗാണുവിൻ്റെ ഒരു അട്രിബ്യൂട്ടാണ് ഈ പറഞ്ഞ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ, നമുക്ക് എപ്പോഴൊക്കെയാണോ ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിയൽസിൻ്റെ ഉപയോഗം കൂടുന്നത്, നമ്മളും ആയിട്ടുള്ള സമ്പർക്കം കൂടുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഈ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതായത് നമ്മുടെ ശരീരം രോഗത്തെ പ്രതിരോധിക്കുന്ന പോലെ രോഗാണുവും തിരിച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കും. അത് തന്നെ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അകാരണമായിട്ട് അശാസ്ത്രീയമായിട്ട് മനുഷ്യരിൽ ഈ മരുന്നുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് മറ്റ് മൃഗ പരിപാലന മേഖലയിൽ, ഇപ്പം നമ്മൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മനുഷ്യരെക്കാളെ കൂടുതൽ ഈ ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽസിന്റെ അംശമുള്ളത് മൃഗങ്ങളിലാണ്. കാരണം ഇവരുടെ പല ഫാമുകളിലും ലോകമെമ്പാടും ഇവർക്ക് അസുഖം ഉണ്ടാകാതിരിക്കാനും ഇവരുടെ വളർച്ച കൂട്ടാനും വേണ്ടി ഒരു കരുതൽ എന്ന രീതിയിൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വശത്തുണ്ട്. ഇതുകൂടാതെ തന്നെ മറ്റ് കൃഷിയിടങ്ങളിലും മറ്റ് മത്സ്യകൃഷിയിലെല്ലാം ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് കൂടാതെ തന്നെ നമുക്ക് അശാസ്ത്രീയമായിട്ട് ഇത് വലിച്ചെറിയുന്ന ഒരു പ്രവണതയുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളിത് വലിച്ചെറിയുക, അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കിന്റെ ജലത്തിലൂടെയൊക്കെ, അതെ, മാലിന്യ സംസ്കരണം നന്നാകാത്ത രീതിയിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ അവസാനം വന്നെത്തുന്ന ഈ ആഹാര ശൃംഖലയിലാണ്. അപ്പം ഇത് അവസാനം കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ ശരീരത്തിലെത്തും. ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും ഒരു ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ആന്റിമൈക്രോബിയൽ സംശയം ഉണ്ട്. അങ്ങനെയുള്ള ഒരു ശരീരത്തിലേക്ക് ഒരു രോഗാണു വരികയും ഈ രോഗാണു ഇതിനകത്ത് കയറിയിട്ട് ഇതുമായിട്ടുള്ള ഒരു സമ്പർക്കം വരുമ്പോൾ രോഗാണുവിന് നേരത്തെ പറഞ്ഞ പോലെ അത് സ്വാഭാവികമായിട്ടും പതുക്കെ അതിനോടുള്ള ഒരു പ്രതിരോധം ആർജിച്ചു വരികയും നമുക്കിത് ഈ മരുന്ന് ഏക്കാതാവുന്ന അവസ്ഥയും വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എത്തുന്നത്. ഒരു സ്ലോ പ്രോസസ്സാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഉപയോഗം കൂടുന്ന കാരണം ഇത് പെട്ടെന്ന് വളരെ വ്യാപകമായിട്ട് പടരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ
നമുക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ദോഷം എന്താണ്? അതായത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മരുന്ന് ഏൽക്കാതെ വരുന്നു എന്നുള്ളത്, അത് തന്നെയാണോ പ്രധാനപ്പെട്ട ഒരു കാര്യം? ഇപ്പോൾ നമുക്ക് ഇതിനെ ശാസ്ത്രലോകം വിളിക്കുന്നത് ഈ നൂറ്റാണ്ടിന്റെ ഒരു നിശബ്ദ മഹാമാരി എന്നാണ്, സൈലന്റ് എപ്പിഡമിക്. അറിയാതെ അങ്ങ് പോവുകയാണ്. ഇപ്പോൾ ഇത് 1980 ശേഷം നമുക്ക് പ്രകൃതിദത്തമായ പുതിയ തരം ആന്റിബയോട്ടിക് ക്ലാസുകൾ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു വശത്ത് എന്താ സംഭവിക്കുന്നത്, നമുക്ക് ആ ഒരു പുതിയ മരുന്നുകളുടെ ദൗർലഭ്യമുണ്ട്. മറുവശത്ത് അസുഖങ്ങൾ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ പഴയ നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങൾ വീണ്ടും തലപൊക്കി വരുന്നു. അപ്പോൾ നമുക്ക് അസുഖങ്ങളുണ്ട്, പക്ഷെ മരുന്നുകളില്ല. ഉള്ള മരുന്ന് കൊടുക്കുമ്പോൾ ഈ അസുഖങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നില്ല. അതൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഉള്ളത്, നമുക്ക് ഇത് മറ്റ് ജന്തു ജീവജാലങ്ങൾക്കെല്ലാം തന്നെ വരുന്ന രീതിയിൽ അത് നമ്മുടെ ആഹാര ശ്രേണി കയറി അങ്ങനെ വരുന്ന ഒരു പ്രശ്നം, രണ്ടാമതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ഒരു ഗ്യാപ്പാണ്. അപ്പോൾ നമ്മുടെ കണക്കുകൾ പറയുന്നത് തൽസ്ഥിതി തുടർന്നാൽ 2050 ആകുമ്പോഴേക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കാനുള്ള കാരണം AMR ആയിരിക്കും എന്നുള്ളതാണ്. ആന്റിബയോട്ടിക്കുകളൊന്നും ഏൽക്കാതെ വരുന്ന ഒരവസ്ഥ. കാരണം ഇപ്പം നമുക്ക് കൂടുതലും ഈ ജീവിതശൈലി രോഗങ്ങൾ കാരണം അല്ലെങ്കിൽ ആക്സിഡന്റ് കാരണം ഒക്കെയാണ് മരണം. പക്ഷെ അന്ന് അപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ശരിക്കും 1-2 നൂറ്റാണ്ടുകൾ പുറകിലേക്ക് നമ്മളെ വലിക്കേണ്ടി വരും. അതെ. പക്ഷെ ആ മരുന്നുകൾക്കുള്ള ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ വളരെ മന്ദഗതിയിൽ, നമുക്ക് അതിനുള്ള ഒരു നമ്മളെ ആവശ്യത്തിനനുസരിച്ചുള്ള പുതിയ മരുന്നുകൾ വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. മറ്റൊരു പ്രശ്നം ഇതിനകത്തുള്ളത്, ഇപ്പം നമ്മൾ രോഗിയുടെ ആസ്പെക്റ്റിൽ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മളൊരു പകർച്ചവ്യാധിയുണ്ട്, നമുക്കൊരു മരുന്ന് തരുന്നു. പക്ഷെ ആ മരുന്നുമായിട്ട് നമുക്ക് നമ്മുടെ രോഗാണു ഒരു പ്രതിരോധം ആർജിച്ചിട്ടുണ്ട്, രോഗം മാറുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് ഈ രോഗി കൂടുതൽ സമയം ആശുപത്രിയിൽ ചെലവഴിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ചെലവ് ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നാകാം, അല്ലെങ്കിൽ സർക്കാരിന് ഇൻഡയറക്റ്റ്ലി ഇദ്ദേഹത്തിൻ്റെ ചെലവ് വഹിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾക്കാകാം. അങ്ങനെ ചെലവ് കൂടുന്നു. പിന്നെ ഈ രോഗം മാറാത്തതുകൊണ്ട് തന്നെ ഈ രോഗാണു മറ്റുള്ള ആൾക്കാരിലേക്ക് പടരുന്നു. അങ്ങനെ പടരുന്ന ആൾക്കാരിലേക്കും ഇതേ രോഗാണുവാണ് ചെല്ലുന്നത്, ഈ രോഗപ്രതിരോധ ശേഷി ആർജിച്ച രോഗാണു. അവർക്ക് വീണ്ടും ഇങ്ങനെ ഒരു സൈക്കിൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ രോഗിക്കും രോഗിയുടെ വീട്ടുകാർക്കും ഒരു പ്രശ്നമുണ്ട്. അവർക്ക് ഈ രോഗം കാരണം ഉണ്ടാകുന്ന ഒരു സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നമുണ്ട്. പിന്നെ രോഗമുക്തിയും കിട്ടുന്നില്ല. HIV, ക്ഷയം പോലുള്ള സങ്കീർണ രോഗങ്ങൾ ചികിത്സിക്കാൻ വളരെ അധികം പാടുപെടും. അപ്പോൾ നമ്മുടെ മരണനിരക്ക് കൂടുകയും ചെയ്യും. മൊത്തത്തിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അത് പ്രശ്നമാകും. അപ്പോൾ ഇത് വലിയൊരു പൊതുജനാരോഗ്യ പ്രശ്നമാണ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ നേരിടാൻ നമ്മുടെ മുന്നിൽ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ, വേറൊരു കണക്ക് പറയുന്നത്, ഡോക്ടർമാർ എഴുതുന്ന ആന്റിബയോട്ടിക്കുകളുടെ എണ്ണം 15% വരുന്നുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ മറ്റ് രീതിയിലാണ് ആന്റിബയോട്ടിക്കുകൾ ഇപ്പോൾ ശരീരത്തിൽ, അല്ലെങ്കിൽ ഈ ആന്റി മൈക്രോബിയൽ വസ്തുക്കൾ ശരീരത്തിൽ കയറുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോൾ വലിച്ചെറിയുമ്പോൾ അത് ചെടികളിലൂടെയും ആ ചെടികളിൽ നിന്നുണ്ടാകുന്ന ഫലമോ അല്ലെങ്കിൽ ആ ചെടികൾ തന്നെ നമ്മൾ പലപ്പോഴും കറിയായിട്ടോ മറ്റ് ഭക്ഷ്യവസ്തുവായിട്ട് ഉപയോഗിക്കുമ്പോൾ അതുവഴി വരാം, വെള്ളത്തിലൂടെ വരാം, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലും പറയുന്നു. പിന്നെ മൃഗങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ആ മൃഗങ്ങളുടെ ഇറച്ചി നമ്മൾ കഴിക്കുമ്പോൾ അത് വരാം. ഇങ്ങനെ പല രീതിയിലും നമ്മുടെ ശരീരത്തിൽ ഈ ആന്റിബയോട്ടിക്കിന്റെ ഒരു റെസിസ്റ്റൻസ് വരാമെന്നാണ്. അപ്പോൾ നമ്മൾ ലോകാരോഗ്യ സംഘടന തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ ആരോഗ്യം മാത്രം സംരക്ഷിച്ചാൽ പോരാ. ഇന്ന് നമ്മൾ കണക്കിലെടുക്കേണ്ടത് ഒരു വൺ ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പിളാണ്, ഒരു തത്വമാണ് എന്നുള്ളത്. അതായത് മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം നമ്മൾ പ്രകൃതിയുടെ ആരോഗ്യവും ജന്തുജാലങ്ങളുടെ ആരോഗ്യവും സംരക്ഷിച്ചാലേ മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഈ ആന്റി മൈക്രോബിയൽ, ഈ AMR എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, അതായത് ഇങ്ങനെയുള്ള മരുന്നുകളോടുള്ള പ്രതിരോധശേഷി ശരീരത്തിന് കുറയുന്നതിൽ അത് തടയാൻ ഈ ഒരു തത്വത്തിന് സാധിക്കുമോ? സത്യം പറഞ്ഞാൽ ഈ തത്വത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റാണ് ഏക ആരോഗ്യ കാഴ്ചപ്പാട്, വൺ ഹെൽത്ത് കൺസെപ്റ്റ്. അപ്പോൾ ഇതിനകത്ത് മനുഷ്യൻ്റെ ആരോഗ്യവും ജന്തു ജീവജാലങ്ങളുടെ ആരോഗ്യവും പ്രകൃതിയുടെ ഒരു സന്തുലനവും ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു ആരോഗ്യ പ്രവർത്തനം എന്ന രീതിയിൽ മാത്രം നമുക്ക് ഒരു ചെറിയ റോളേ ഉള്ളൂ. ഇതിനകത്ത് മറ്റ് ഇതര വകുപ്പുകളിലെ എല്ലാവർക്കും ഒരു പങ്കുണ്ട്. ഇവരെക്കാളൊക്കെ കൂടുതൽ പൊതുജനങ്ങൾക്ക് ഒരു പങ്കുണ്ട്. ഇതെല്ലാം കൂടെ ഭാഗത്തൊക്കെ നോക്കുന്ന സർക്കാർ നയങ്ങൾക്കും പങ്കുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്കൊരു 3-4 തലത്തിൽ പറയേണ്ടി വരും. ഒന്ന്, ഇതിൻ്റെ ഒരു ഏകോപനം ഈ പറഞ്ഞ ഏകാരോഗ്യ തത്വം ബേസ് ചെയ്തിട്ടായിരിക്കാം, അടിസ്ഥാനമാക്കിക്കൊണ്ട്. അതെ. അല്ലാതെ നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഒന്ന് ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന ഇടപെടലുകളാണ്. 2 മറ്റ് ഇതര വകുപ്പുകളിൽ നയപരമായിട്ടുണ്ടാകുന്ന ഇടപെടലുകളാണ്. 3 പൊതുജന പങ്കാളിത്തം. ഇതിനകത്ത് ആരോഗ്യ മേഖലയിൽ നമ്മൾ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ഇതിനകത്ത് ആക്റ്റീവായിട്ട് ഇതിൻ്റെ പല ഇടപെടലുകൾ നടക്കുന്നുണ്ട് സർക്കാർ തലത്തിൽ. ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്കെല്ലാം തന്നെ ഇതിനൊരു അവബോധം നൽകിയിട്ടുണ്ട്.
ഡോക്ടർമാരെല്ലാം തന്നെ വ്യക്തമായ ചികിത്സാ പ്രോട്ടോകോൾ പ്രകാരം മാത്രമാണ് ഇപ്പോൾ കുറിപ്പേടുകൾ എഴുതുന്നതും ആ കുറിപ്പേടുകൾ പരിശോധിക്കപ്പെടുന്നുണ്ട്, അത് ഓഡിറ്റിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതായത് മരുന്ന് ആവശ്യമുള്ള സ്ഥലത്തെ മരുന്ന് കൊടുക്കുകയുള്ളൂ, വേണ്ടത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതെ, അത് സ്ഥാപന തലത്തിലും ജില്ലാ തലത്തിലും അതിന്റെ ഓഡിറ്റുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പിന്നെ രോഗാരോഗ്യ സംഘടന ഒരു അവെയർ ക്ലാസിഫിക്കേഷൻ കൊണ്ട് നമുക്കുള്ള ആന്റി മൈക്രോബിയൽസിനെ തരം തിരിച്ചിട്ടുണ്ട്. അവെയർ അതായത് 3 ഗ്രൂപ്പ് മരുന്നുകളുണ്ട്: ആക്സസ് ഗ്രൂപ്പ്, വാച്ച് ഗ്രൂപ്പ്, റിസർവ് ഗ്രൂപ്പ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചാൽ വലിയ പ്രശ്നമില്ലാത്ത രീതിയിലുള്ള മരുന്നുകളാണ് ആക്സസ് ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ ഒരു 95% കുറിപ്പടികളിനകത്ത് ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ കുറിപ്പടികൾക്കകത്തും ഈ ആക്സസ് ഗ്രൂപ്പിൽ നിന്നുള്ള മരുന്നുകൾ എഴുതണം എന്നുള്ളതാണ് ഒരു ശുപാർശ. അപ്പോൾ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാനുള്ള കമ്മിറ്റികളുണ്ട്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കമ്മിറ്റികൾ സ്ഥാപന തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെ ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കൂടുന്നുണ്ട്. ഇത് മാത്രമല്ല, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, പ്രൈവറ്റ് ആശുപത്രികളുടെയും പ്രൈവറ്റ് ഫാർമസിസ്റ്റുകളുടെ എല്ലാം ഒരു ഹെൽപ്പ്, അവരുടെ ഒരു ഉണ്ട്. അത് നിലവിൽ ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ചില നയപരമായ കാര്യങ്ങൾ എടുത്ത് ഇപ്പോൾ കർസാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക്, മറ്റ് ഇതര വകുപ്പുകൾക്ക് എന്തൊക്കെ ചെയ്യാം, ഭക്ഷ്യവകുപ്പിന് എന്ത് ചെയ്യാം, ഡ്രഗ്സ് കൺട്രോളർ വകുപ്പിന് എന്ത് ചെയ്യാം, കൃഷി വകുപ്പിന് എന്ത് ചെയ്യാം, മത്സ്യ ക്ഷീര വകുപ്പിന് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ വകുപ്പുകൾക്കുള്ള റോള് എല്ലാം വ്യക്തമായിട്ട് അവരുടെ ഇടപെടൽ ഉറപ്പാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത് പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ലക്ഷ്യം. അവർക്കാണ് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ അത്രമാത്രം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറയുമ്പോൾ ആന്റി മൈക്രോബിയൽസ് അല്ലെങ്കിൽ ആന്റിബയോട്ടിക് ഉപയോഗിക്കാതെ ഇരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കഴിക്കുക. അപ്പോൾ ആന്റിബയോട്ടിക്കുമായിട്ടുള്ള സമ്പർക്കം എപ്പോഴൊക്കെ കുറയ്ക്കാൻ പറ്റുമോ കുറയ്ക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ തത്വം. അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് പകർച്ചവ്യാധികൾ പിടിപെടാത്ത നോക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുക നമ്മുടെ വ്യക്തി ശുചിത്വം, കൈകാലുകൾ കഴുകുക, മാസ്ക്, സാനിറ്റൈസർ തുടങ്ങിയ ഉപയോഗിക്കുക, ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ സ്വയം മാറി നിൽക്കുക. ഇത്തരം കാര്യങ്ങൾ ഒരു അണുബാധ നിയന്ത്രണ പ്രക്രിയകൾ സ്വമേധയാ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു പകർച്ചവ്യാധിയിൽ നിന്ന് മാറി നിൽക്കുക. അതിനുവേണ്ടി നമുക്ക് പകർച്ചവ്യാധി തടയുന്ന വാക്സിനുകൾ കൃത്യമായ സമയത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ഇപ്പോൾ ഇൻഫ്ലുവൻസ വാക്സിനൊക്കെ അങ്ങനെയൊക്കെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആശുപത്രികളിലും വീടുകളിലും പൊതു ഇടങ്ങളിലും മറ്റ് ഓഫീസുകളിലെല്ലാം അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ കൂട്ടുക, അതിനുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ ഒരുക്കുക, അതിൻ്റെ ഉള്ള പോസ്റ്ററുകൾ പതിപ്പിക്കുക എന്നുള്ള എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ കൊതുക് പെരുകുന്നത് ഒഴിവാക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അതെ, അത് തന്നെ. ഡെങ്കു പോലെയുള്ള സത്യം, തീർച്ചയായും. എങ്ങനെയൊക്കെ ഒരു പകർച്ചവ്യാധി തടയാമോ അതെല്ലാം നമുക്ക് ഈ AMR നമ്മുടെ പ്രതിവിധിയായിട്ട് നമുക്ക് കാണാം. പിന്നെ നേരത്തെ സാറ് പറഞ്ഞ പോലെ സാധാരണ ഒരു പൗരന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്വയം ചികിത്സ ഒഴിവാക്കുക എന്നുള്ളതാണ്. 2, നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഡോക്ടർ നിങ്ങളുടെ അസുഖം നോക്കിയിട്ട് ഒരു കുറിപ്പടി നൽകുന്നു. അതിനകത്ത് ആൻറ്റിബയോട്ടിക് ഇല്ല എങ്കിൽ ദയവ് ചെയ്ത് ആൻറ്റിബയോട്ടിക്കിന് വേണ്ടി വാശി പിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ സംസാരിക്കുകയുണ്ടായി, നമ്മുടെ ഇവിടെ കാണുന്ന ഭൂരിഭാഗം ചുമ, ജലദോഷം, പനി എല്ലാം തന്നെ വൈറൽ രോഗങ്ങളാണ്. ഈ വൈറൽ രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ യാതൊരുവിധ പ്രസക്തിയില്ല, ആവശ്യമില്ല. അത് ആ രോഗത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ ബഹുമാനിക്കാൻ പഠിക്കുകയും റെസ്റ്റ് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒരു നിശ്ചിത ദിവസം കഴിയുമ്പോൾ ഈ അസുഖങ്ങൾ മാറും. അതെല്ലാം മാറുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകട സൂചന ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡോക്ടറെ കാണുക. ഡോക്ടർ വീണ്ടും ഒരു പരിശോധന നൽകും. അതിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ മറ്റ് മരുന്നുകളോ ആൻറ്റിബയോട്ടിക്കോ പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആൾക്കാരുടെ ഒരു സമീപനം മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. പിന്നെ നേരത്തെ നമ്മൾ വീണ്ടും സംസാരിച്ച പോലെ ഡോക്ടർ ഷോപ്പിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് ചെന്നു, ഒരു ദിവസം നമ്മളൊന്ന് ക്ഷമിക്കുന്നു, പക്ഷെ മാറുന്നില്ല, അവർക്ക് തൃപ്തി വരുന്നില്ല, മറ്റൊരു ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു. ആ ഡോക്ടറും ചിലപ്പോൾ ഒരു പക്ഷേ ആൻറ്റിബയോട്ടിക് എഴുതുന്ന ഡോക്ടറെ അടുത്ത് ചെല്ലുന്നവരെ ചിലപ്പോൾ ഇവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു പ്രവണതയും നമ്മൾ കഴിവതും ഒഴിവാക്കുക. മറ്റ് നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിലുള്ള സമാന ലക്ഷണങ്ങൾ കാരണം നേരത്തെ കിട്ടിയിട്ടുള്ള മരുന്ന് കുറിപ്പടി, ആ കുറിപ്പടി വെച്ചിട്ട് ഡോക്ടറെ കാണാതെ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിക്കുന്ന ആവശ്യപ്പെടുന്ന പ്രവണത ഒഴിവാക്കുക. നമ്മുടെ കയ്യിലുള്ള മിച്ചമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ മറന്നുപോയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കോ ആൻറ്റി മൈക്രോബിയൽസോ വലിച്ചെറിയുന്നത് ഒഴിവാക്കുക. തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന വഴി നമുക്ക് സാധാരണ ഒരു പൗരന് ഇതിനകത്തുള്ള ഒരു ആൻറ്റിബയോട്ടിക് സാക്ഷരത കൈവരിക്കാൻ സാധിക്കും. ഇപ്പോൾ സർക്കാർ തലത്തിൽ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ കൊടുക്കുന്നതിന് തന്നെ അത് പ്രത്യേകം തിരിച്ചറിയാനുള്ള മാർഗങ്ങളും മറ്റുമൊക്കെ നൽകുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ വർഷം 1 വർഷത്തോളമായിട്ട് ബ്ലൂ കവറുകളിൽ ആൻറ്റിബയോട്ടിക്കുകൾ ബ്ലൂ കവറിൽ കൊടുക്കുക എന്നുള്ള ഒരു സന്ദേശമുണ്ട്.
ഇപ്പോൾ അത് ആദ്യം സർക്കാർ സ്ഥാപനങ്ങളിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ പല എറണാകുളം, ആലപ്പുഴ ജില്ലകളിലൊക്കെ തന്നെ പ്രൈവറ്റ് ആശുപത്രിയിലും പ്രൈവറ്റ് മെഡിക്കൽ ഷോപ്പുകൾ വരെ ഇപ്പോൾ ബ്ലൂ കവറിലേക്ക് മാറുന്നുണ്ട്. നമുക്കൊരു നല്ല സൂചന എന്ന് പറയുന്നത് കണക്കുകൾ സൂചിപ്പിക്കുന്ന കഴിഞ്ഞ 1-2 വർഷമായിട്ട് ആൻറ്റിബയോട്ടിക്കിൻ്റെ വിൽപ്പന ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സർക്കാർ ആശുപത്രി സംവിധാനങ്ങൾ നോക്കിയാൽ അവിടുത്തെ ഒരു ഇൻറ്റൻറ്റ് മെക്കാനിസം, അവരുടെ ഒരു മിച്ചം വരുന്ന മരുന്നുകളൊക്കെ നോക്കിയാൽ അത് പ്രകടമാണ്. മാത്രമല്ല നമ്മുടെ ഡ്രഗ്സ് കൺട്രോളറിൻ്റെ വകുപ്പിൽ നിന്ന് എടുക്കുന്ന കണക്ക് പ്രകാരം ഒരു കുറവ് നമുക്ക് ബോധ്യപ്പെട്ടുള്ളതാണ്. അതൊരു നല്ല വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല സൂചനയാണ്. പിന്നെ നമുക്ക് ആഗോളതലത്തിൽ ഗ്ലോബൽ ആൻറ്റിബയോട്ടിക് പോളിസി 2015 പുറപ്പെടുവിക്കുകയും 2016-17 നാഷണൽ ആൻറ്റിബയോട്ടിക് പോളിസി ആയിട്ട് നമ്മുടെ രാജ്യത്ത് വരികയും കർസാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു പോളിസി ഉണ്ട്. അതായത് കേരള ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നുള്ളതാണ് കർസാപ്പ്. കേരളമാണ് ഇന്ത്യയിലെ ആദ്യമായിട്ട് സംവിധാനം തന്നെ കൊണ്ടുവന്നത്. അതെ. അപ്പോൾ അതിനകത്തൊരു 5 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, ഇതിനെപ്പറ്റി ആൾക്കാരെ ബോധവൽക്കരിക്കുക, ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെന്നും ഇത് എന്തുകൊണ്ട് വന്നുവെന്നും നമുക്ക് അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ബോധവൽക്കരണമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് രോഗനിരീക്ഷണ സംവിധാനങ്ങളാണ്. ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ ആശുപത്രികളിൽ നിന്ന് സാമ്പിൾസ് എടുത്തിട്ട് പരിശോധിക്കുക. അത് ഒട്ടുമിക്ക എല്ലാ മെഡിക്കൽ കോളേജുകളിലും ചില പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലും പ്രൈവറ്റ് ആശുപത്രികളിലും അതിൻ്റെ സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. മൂന്നാമത് അണുബാധ നിയന്ത്രണ പരിപാടികൾ. അത് ആശുപത്രികളിൽ ചെയ്യാം, ഓഫീസുകളിൽ ചെയ്യാം, വീടുകളിൽ ചെയ്യാം, എല്ലാ തലത്തിലും. മറ്റു വകുപ്പുകൾക്ക് ഇപ്പോൾ മൃഗപരിപാലനത്തിൽ ചെയ്യാം, കൃഷിയിൽ ചെയ്യാം. അവരുടെ എല്ലാ ഒരു ഇടപെടൽ വെച്ചിട്ടുള്ള ഒരു നടപടിയാണ് രോഗ നിയന്ത്രണ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസുകൾ. നാലാമത് ആന്റിബയോട്ടിക് ഉപയോഗം ക്രമപ്പെടുത്തുക. ചിട്ടയായ കുറിപ്പടി അത് അതേപടി തന്നെ പരിപാലിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന സംവിധാനങ്ങൾ, പൊതുജനങ്ങളിലുള്ള അറിവ്, ഇതെല്ലാം അതിനകത്ത് വരും. പിന്നെ സാധാരണ ഇപ്പോൾ കുറെ കാലമായിട്ട് നമ്മൾ ഈ കുറിപ്പടിയിൽ എന്ന് വരെ ഇത് ഉപയോഗിക്കാം എന്നുള്ളതൊരു ഡേറ്റ് എഴുതുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ, അത് നടപ്പിലാക്കുന്നുണ്ടെന്നുണ്ട്. അതുകൊണ്ട് അത് എത്ര ദിവസം കഴിക്കും ആ ദിവസം തന്നെ. ഇപ്പം നമ്മളൊരു ദിവസം ഒരു 7 ദിവസത്തെ ഗുളിക നമ്മൾ ഡോക്ടർ കുറിപ്പടിയിൽ എഴുതി, നമ്മൾ 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടങ്ങ് മാറും. പക്ഷെ എന്നാലും നമ്മുടെ ശരീരത്തിൽ ആ രോഗാണുക്കളുടെ അളവ് ഗണ്യമായി കുറഞ്ഞു കാണത്തില്ല. അപ്പം നമ്മൾ ആ 3 ദിവസം മുമ്പ് മരുന്ന് നിർത്തുകയാണെങ്കിൽ ബാക്കിയുള്ള രോഗാണുക്കൾ അവിടെ കിടക്കുകയും അത് വീണ്ടും പെരുകുകയും അവർക്ക് ഈ റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അതെ. ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു സർക്കാർ തലത്തിൽ നിലവിൽ ഇപ്പോൾ ഉള്ള സംവിധാനം. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഈ ആഴ്ച ഈ നമുക്ക് നവംബർ 18 മുതൽ 24 വരെ വേൾഡ് ആൻറ്റിബയോട്ടിക് അവയർനെസ് വീക്കാണ്. അതിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു ക്യാമ്പയിൻ നമ്മൾ ഇറക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് അമരം. അമരം എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വാക്കിൻ്റെ ഒരു ഷോർട്ടാണ്. അമരം എന്ന് ഉദ്ദേശിക്കുന്ന ആലപ്പുഴ മോഡൽ ഓഫ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആൻഡ് മിറ്റിഗേഷൻ കുറയ്ക്കുക എന്നുള്ളത്. അതെ. നേരത്തെ നമ്മൾ കർസാപ്പിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ കർസാപ്പിൻ്റെ അതേ ചുവട് വെച്ചിട്ട് അതിൻ്റെ ചുവട് വെച്ചിട്ട് ഒരു തദ്ദേശീയമായിട്ടൊരു മോഡലാണ് അമരം. ഇതിനകത്ത് നമുക്ക് 2 പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളാണുള്ളത്. ഒന്ന്, ആൻറ്റി മൈക്രോബിയൽ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളാക്കുക. 2, ആൻറ്റി മൈക്രോബിയൽ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് പഞ്ചായത്തുകളാക്കുക. അപ്പോൾ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു നേതൃത്വമാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ അവരുടെ ഒരു നേതൃത്വത്തിൽ മറ്റ് ഇതര വകുപ്പുകളെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ AMR പ്രതിരോധ ആക്ടിവിറ്റീസ് പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തത്വം. അപ്പോൾ ഇത് പൊതുവേ ഒരു സാമൂഹ്യാധിഷ്ഠിത അവബോധന പരിപാടിയാണ് AMRനെതിരെയുള്ള. ഇതിനകത്ത് ഏകാരോഗ്യ ഒരു കാഴ്ചപ്പാടോടെ കൂടി ചെയ്യുന്ന മറ്റിതര വകുപ്പുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് അമരം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ ആലപ്പുഴ ജില്ലയിൽ 12 റവന്യൂ ബ്ലോക്കുകളാണുള്ളത്. ഓരോ റവന്യൂ ബ്ലോക്കിൽ നിന്നും ഒരു പഞ്ചായത്തിനെ തിരഞ്ഞെടുത്ത് ആ പഞ്ചായത്തിൽ ഈ ആന്റി മൈക്രോബിയൽ അല്ലെങ്കിൽ ആന്റിബയോട്ടിക് സ്മാർട്ട് പഞ്ചായത്താക്കുകയും ആ പഞ്ചായത്തിലുള്ള ആശുപത്രി ആന്റി മൈക്രോബിയൽ അല്ലെങ്കിൽ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ആക്കുകയും ചെയ്യുന്നുള്ള ഒരു ഫസ്റ്റ് ഫേസ് ക്യാമ്പയിനാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പല ആക്ടിവിറ്റി ഉണ്ട്. ഒന്ന്, നമ്മുടെ ജനപ്രതിനിധികളെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, മറ്റിതര വകുപ്പുകളെല്ലാവരും തന്നെ ട്രെയിനിങ് കൊടുക്കുക. സ്കൂളുകൾ, അംഗൻവാടി, കോളേജ് ഇവർക്കെല്ലാം തന്നെ ഇതിനുള്ള ഒരു അവബോധം കൊടുക്കുക. രോഗാണു നിയന്ത്രണ പ്രാക്ടീസുകൾ, അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസുകൾ ഈ പൊതു ഇടങ്ങളിൽ ഉൾപ്പെടെ ആശുപത്രികളിലും മറ്റ് ഓഫീസുകളിലും എല്ലാം തന്നെ അത് വീടുകളിലും ശക്തിപ്പെടുത്തുക. ഇതിനുള്ള അവബോധ പോസ്റ്ററുകൾ എല്ലായിടത്തും ലഭ്യമാക്കുക. പ്രൈവറ്റ് സെക്ടറിനെ കുറച്ചുകൂടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രൈവറ്റ് ഫാർമസികളും പ്രൈവറ്റ് ആശുപത്രികളും മറ്റ് അസോസിയേഷനുകാരും എല്ലാം യോഗങ്ങളൊക്കെ കൂടുന്നുണ്ട്. അവരെ കൂടെ മാക്സിമം ഇതിനകത്തേക്ക് ഈ ഉൾക്കൊണ്ടിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ള ഇടപെടലുകളൊക്കെ ചെയ്യുക. ഈ ബ്ലൂ കവർ നിഷ്കർഷിക്കുക. പിന്നെ മറ്റൊരു പ്രോഗ്രാം, പ്രൗഡ് പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാമുണ്ട്. അതായത് നമുക്ക് ഉപയോഗിച്ച് മിച്ചമുള്ള ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽസ് വലിച്ചെറിയാതിരിക്കാതെ അത് തിരിച്ച് സംവിധാനത്തിലേക്ക് എത്തിക്കാനുള്ള നടപടി. പല സ്ഥലങ്ങളിലും ഹരിത കർമ്മസേനാംഗങ്ങൾ അത് കളക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആലോചനയൊക്കെ ഇപ്പോൾ നടന്നു വരികയാണ്. അങ്ങനെ അത് അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് പോകാതെ തിരിച്ച് നമ്മുടെ സിസ്റ്റത്തിലേക്ക് വന്ന് അതിനെ ഒരു പ്രോപ്പറായിട്ട് അതിന്റെ ശാസ്ത്രീയമായിട്ട് മാലിന്യ സംസ്കരണം നടക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാർവത്രിക
ഇടപെടലാണ് അമരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു ലോഞ്ച് ഈ ആഴ്ച ഉണ്ട്. ആദ്യത്തെ ഫേസിൽ 12 ആശുപത്രികളെ ആൻറ്റി മൈക്രോബിയൽ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് സ്മാർട്ടാക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകൾ കഴിക്കുമ്പോൾ അത് കഴിക്കുന്ന വ്യക്തിയും അല്ലെങ്കിൽ ആ കുടുംബവും ആണ് ജാഗ്രത വേണ്ടത്. അതെ അതെ. അതായത് ആവശ്യത്തിന് മാത്രം മരുന്ന് കഴിക്കുക, സ്വയം ചികിത്സ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ, അതേ ചെറിയ പനിയോ ജലദോഷമോ എന്തു തന്നെ ആയാലും ഒരു ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് കഴിക്കുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിൽ വേണം. അതെ. അത് കൂടാതെ തന്നെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, രോഗം വരാതിരിക്കാനുള്ള പരിസര ശുചീകരണവും വ്യക്തി ശുചിത്വവും അതെ, ബാക്കിയുള്ള സംവിധാനങ്ങളും കൂടെ നമ്മൾ കാര്യക്ഷമമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രോഗപ്രതിരോധം സാധ്യമാകും. നമ്മളൊരു ആന്റിബയോട്ടിക് കഴിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ പ്രതിരോധ ശേഷി ഉയർത്താൻ, അതായത് രോഗപ്രതിരോധം ആണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കുകൾ പോലെയുള്ള മരുന്നുകളോടുള്ള പ്രതിരോധ ശേഷി കുറയുന്നത് നമുക്ക് ഇത്തരത്തിൽ ഡോക്ടർ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിലൂടെ നമുക്ക് സാധ്യമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള സന്ദേശം. അപ്പോൾ ഈ വിലപ്പെട്ട സന്ദേശം നൽകിയ ഡോക്ടറിന് വളരെ നന്ദി. താങ്ക് യു. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ ആന്റിബയോട്ടിക്കുകൾ പോലുള്ള മരുന്നുകളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആലപ്പുഴ ജില്ലാ ഡെപ്യൂട്ടി DMO ഡോക്ടർ അനന്ത് മോഹനുമായി ഇതുവരെ സംസാരിച്ചത് TP രാജേഷ്. FM ഹെൽത്ത് ലൈൻ.